ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നറേറ്റീവ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ടെക്സ്റ്റിലെ ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വിമൻ എന്ന് പറയുന്നത് മോസ്റ്റ് സെറ്റിൽഡ് സൊസൈറ്റീസിൽ അല്ലെങ്കിൽ അറൌണ്ട് ദ വേൾഡ് ഇറ്റ് സെൽഫ് വിമൻ എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റി എടുത്താലും ഏത് ക്ലാസ് എടുത്താണെന്നെങ്കിലും ലോ സ്റ്റേറ്റസ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്പറേഷൻ ഇത് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അവരെ വീക്ക് ആൻഡ് സബ്മിസീവ് എന്നാണ് എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി പൊസിഷനാണ് സൊസൈറ്റിയിൽ കൊടുക്കുന്നത്. അവർ ഡിസ്ക്രിമിനേഷൻ എല്ലാ എറിനാസ് ഓഫ് ലൈഫിൽ നിന്നും ഫേസ് ചെയ്യുന്നുണ്ട്, ജെൻഡർ ആണെന്നുണ്ടെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അത് പേട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ മെയിൽ പവർ വീൽഡേഴ്സ് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം വിമന്റെ ആ ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് എന്താണ്, അത് യങ് ഏജിൽ തൊട്ടേ എന്ത് ചെയ്യും, ഈ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് കണ്ടീഷൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ കണ്ടീഷൻ ചെയ്തിട്ടാണ് ഇവരെ വളർത്തുന്നത് അല്ലെങ്കിൽ വളരുന്നത് ഇവർ. സോ ആ ഒരു വിമന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെന്നുമായിട്ടുള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ റിഗാർഡിംഗ് ജെൻഡർ, ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫർ ആയിട്ടുള്ള സൈമൺ ഡി ബിവേർ പറഞ്ഞിരിക്കുന്നത് വൺ ഇസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് റാദർ വൺ ബിക്കംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവൾ സ്ത്രീയായിട്ടാണോ ജനിക്കുന്നത്? അങ്ങനെയല്ല, അവളെ സ്ത്രീ ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ അവളെ ആ ഒരു വിമന്റെ ആ ഒരു ചട്ടക്കൂടിനകത്ത് ആക്കി മാറ്റുന്നത് സൊസൈറ്റിയാണ്, അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അതായത് പൊട്ടിടണം, വളയിടണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സ് ഇടണം, സ്ത്രീകൾക്ക് സാരി ഉടുക്കണം അല്ലെങ്കിൽ ചുരിദാർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മുടി വളർത്തുക, പിന്നെന്താണ് ബാർബീസ് അല്ലെങ്കിൽ ഡോൾസ് വെച്ച് കളിക്കാവൂ, അതൊക്കെയെന്ന് പറയുന്നത് സൊസൈറ്റി തന്നെ കണ്ടീഷൻ ചെയ്തൊരു കാര്യമാണ്. അപ്പം ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ സൊസൈറ്റി തന്നെയാണ് അവളെ ഒരു സ്ത്രീയാക്കി മാറ്റുന്നതെന്നാണ് നമ്മുടെ സൈമൺ ഡി ബിവേർ പറയുന്നത്. സോ ഇവിടെ ജനിക്കുന്നത് ഒരു രീതിയിലും വളരെ ഇന്നസെന്റ് ആയിട്ടും കുറച്ച് കഴിഞ്ഞ് സ്ത്രീ ആകുമ്പോൾ അല്ലെങ്കിൽ അഡൽട്ട് ആകുമ്പോൾ സൊസൈറ്റി പറഞ്ഞിരിക്കുന്ന ആ ഒരു കുറെ യാർഡ് സ്റ്റിക്സിനകത്ത് വെച്ചിട്ടാണ് നമ്മളെ സ്ത്രീകളെ വളർത്തുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ വളരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജെൻഡർ റോളിന്റെ തന്നെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജെൻഡർ ഇറ്റ് സെൽഫ് ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്നാണ് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ആണ് ബൈ സൊസൈറ്റി. 18th സെഞ്ചുറി 19th സെഞ്ചുറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെമിനിറ്റിയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിമൻ എന്ന് പറയുന്നത് അവർ ഡൊമസ്റ്റിക് സ്പിയറിൽ ഡോട്ടേഴ്സ് ആയിട്ടും സിസ്റ്റേഴ്സ് ആയിട്ടും വൈഫ്സ് അല്ലെങ്കിൽ മദേഴ്സ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഫാദറിനെയോ ബ്രദറിനെയോ ഹസ്ബൻഡിനെയോ ചിൽഡ്രനെയോ ആരെങ്കിലും ഒക്കെ കെയർ ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു റോൾ എന്ന് പറയുന്നത്, ഒരു കെയർ ടേക്കറിന്റെ റോളാണ്. സോ അവർക്ക് മോഡസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടായിരിക്കണം, സെക്ഷൽ പ്യൂരിറ്റി ഉണ്ടായിരിക്കണം, അവർ സെൽഫ്ലെസ് ആയിരിക്കണം, സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നവരായിരിക്കണം, സ്ട്രോങ് ഡിസയേഴ്സോ സ്ട്രോങ് ഒപ്പീനിയൻസോ ഒന്നും ഉണ്ടാവുന്ന ആളുകളായിരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ജെൻഡർ റോൾസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും എക്സ്പീരിയൻസിലും ടൈമിലും ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ പോലും അത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആസ് റൈറ്റേഴ്സ് ആയിട്ട് വന്നാലും റീഡേഴ്സ് ആയിട്ട് വന്നാലും ക്രിറ്റിക്സ് ആയിട്ട് വന്നാലും നമുക്ക് ഇതിനകത്ത് അറിയാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നാൽ പോലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ ഓസ്റ്റന്റെ നോവൽ ഉണ്ടല്ലോ, ലാസ്റ്റ് കംപ്ലീറ്റഡ് നോവലായിട്ടുള്ള പെർസുവേഷൻ. അപ്പോൾ അതിനകത്ത് ആൻ ഇലിയട്ട് എന്നുള്ളൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, മെന്നിനെന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജിൽ അവരുടേതായിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനൊരു പവറുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടേതാണ്. അതായത് ആ ഒരു പേട്രിയാർക്കൽ സ്പിയറിലുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പേന എന്ന് പറയുന്ന പോലും അവരുടെ കൈകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കിയാണ് കൺട്രോൾ ചെയ്യുന്നത് ഈവൻ ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂ ഡീക്കേഡ്സ് എഗോ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ പവർ എന്ന് പറയുന്നത് ആണുങ്ങളുടെ കയ്യിൽ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും കംപ്ലീറ്റ് ചേഞ്ച് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ജെൻഡർ റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിൽ വന്നതോടുകൂടി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ലിറ്ററേച്ചറിലെ ജെൻഡറിന്റെ അപ്രോച്ചസ് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് മെയിൽ അല്ലെങ്കിൽ വുമൺ ബാലൻസ് വരുന്നതെന്നും സ്ത്രീകളുടെ പെർസ്പെക്റ്റീവ്സിൽ എങ്ങനെയാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആകുന്നത് ലിറ്ററേച്ചർ എന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജെൻഡർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ നോഷൻസ് ഓഫ് ജെൻഡറിനെ സബ്വേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിറ്ററേച്ചറിൽ. മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നൊരു വർക്ക്, അത് 1792 പബ്ലിഷ് ചെയ്തതാണ്. അത് വളരെ ഒരു ലാൻഡ് മാർക്ക് ട്രീറ്റേഴ്സ് തന്നെയാണ്, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് ഒക്കെ ഇതിനെ ചുറ്റി വന്നെങ്കിലും പക്ഷേ നമുക്ക് എന്താണ്, ഇതൊരു ലാൻഡ് മാർക്ക് വർക്ക് എന്ന് തന്നെ നമുക്കൊരു പറയാം. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറയുന്നത് ഒക്കേഷണലി അതുപോലെ തന്നെ സബ്ജക്ഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞ് JS മിൽ ഒരു ഫിലോസഫറാണ്, പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. ലീഗലായിട്ടും സോഷ്യൽ ഇക്വാളിറ്റി സ്ത്രീകൾക്കും വിമനും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിർജീനിയ വുൾഫിന്റെ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ളത് ഒരു ഫിക്ഷണലൈസ്ഡ് നറേറ്ററാണ്. ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ പിന്നെ ആ സിസ്റ്ററിന് ഷേക്സ്പിയർ അനുഭവിച്ചതുപോലെയുള്ള
എന്താ പ്രിവിലേജസ് ഒക്കെ കിട്ടുമോ, ഒരു റൈറ്റർ ആകാൻ പറ്റുമോ, ഫാമിലി സപ്പോർട്ട് ചെയ്യുമോ, ഇതൊക്കെയാണ് ആ ഒരു വർക്കിനകത്ത് പറയുന്നത്. അപ്പം സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു റൂം വേണം, അതായത് സ്ത്രീകൾ സ്വന്തമായിട്ടൊരു സ്പേസ് വേണം, ലിറ്ററി ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് വേണം. അതാണ് വിർജീനിയ വുൾഫ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജെൻഡർ റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ജെൻഡർ റോൾസിൽ അങ്ങ് കൺഫേം ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല. അവർ വളരെ സ്റ്റീരിയോ ടൈപ്സ് എല്ലാം പൊട്ടിച്ച് എറിഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഓഫ് പേട്രിയാർക്കി ഷേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ ജെൻഡർ റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിനകത്ത് നമുക്ക് കാണപ്പെടുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം തന്നെ എന്താണ്, ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് സെക്സും ജെൻഡറും നമ്മുടെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. സെക്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ബോഡിയാണ് അല്ലെങ്കിൽ ബയോളജിയാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ബയോളജി നമ്മുടെ ബോഡി പാർട്സ് വെച്ചിട്ട് നോക്കുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്സും ജെൻഡറും ഡിഫറെന്റ് ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ജെൻഡർ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ ഒപ്രഷൻ ഇൻ ദ നെയിം ഓഫ് ജെൻഡറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ, ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ് ജെൻഡർ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ. ആൻഡ് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ റൂം ഓഫ് വൺസോണിനെ കുറിച്ച്, മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വർക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരുടെ വർക്കിനകത്ത് ഫെമിനൈൻ ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇമോഷൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റീസണിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജെർമൈൻ ഗ്രീറിന്റെ ഫീമെയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റിയെ റിപ്രസ് ചെയ്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ പേഴ്സണാലിറ്റിയെ റിപ്രസ് ചെയ്യുന്നുണ്ട് ആര്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതിനെയാണ് ഫീമെയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാൻ വുമൺ ഇൻ ദി ആറ്റിക് എന്നുള്ളൊരു ഗ്രേറ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്. അതെന്ന് പറയുന്നത് സാൻഡ്ര ഗിൽബർട്ടും സൂസൻ ഗൂബറുമാണ് എഴുതിയിരിക്കുന്നത്. മാൻ വുമൺ ഇൻ ദി ആറ്റിക് നമ്മുടെ ഷാർലറ്റ് ബ്രോണ്ടയുടെ നോവലായിട്ടുള്ള ജെയിൻ എയറിനെ ബേസ് ചെയ്തിട്ട് എഴുതിയത് ആണ്. അപ്പൊ ജെയിൻ എയറിനകത്ത് റോച്ചസ്റ്ററിന്റെ വൈഫായിട്ടുള്ള ബെർത്ത മേസൺ എന്ന് പറഞ്ഞൊരു മാൻ വുമൺ ഉണ്ട്. അവരെ ഹസ്ബൻഡ് ആറ്റിക്കിൽ പൂട്ടിയിട്ടേക്കുവാണ്. സോ ആ ക്യാരക്ടറിനെ എടുത്തിട്ട് ഒരു മെയിൻ ക്യാരക്ടറാക്കി മാറ്റി എഴുതിയ ഒരു വർക്കാണ് ദ മാൻ വുമൺ ഇൻ ദി ആറ്റിക് ബൈ സൂസൻ ആൻഡ് സാൻഡ്ര ഗിൽബർട്ട്. ഓക്കെ, പിന്നെ ദ ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ വർക്കുണ്ട് ബെറ്റി ഫ്രീഡന്റെ. അതിനകത്തെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ഹൗസ് മേക്കർ റൂൾസ്, മിഡിൽ ക്ലാസ് വിമണ് എങ്ങനെയൊക്കെയാണ് ഒരു ട്രഡീഷണൽ ഹൗസ് മേക്കറായിട്ട് മാറുന്നതെന്നും അവരെ അതെങ്ങനെ സൈക്കോളജിക്കലി ഡാമേജ് ചെയ്യുന്നതെന്നും അവരുടെ ഫുൾ ഹ്യൂമൻ കേപ്പബിലിറ്റീസിനെ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്കാണ്. 1949 ബുക്കാണ് സൈമൺ ഡി ബിവേറിന്റെ. പിന്നെ ജെൻഡർ ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ, ഫെമിനിസം അതിനെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടത്. 4 വേവ്സ് ഓഫ് ഫെമിനിസം. വേവ്സ് ഓഫ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷന് വേണ്ടി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിന് 4 ഡിഫറെന്റ് വേവ്സ് ആണുള്ളത്. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് വെച്ചാൽ 19th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തു. പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയായിരുന്നു അത്, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടി. സെക്കൻഡ് വേവ് എന്ന് പറയുമ്പോൾ 1960s സെക്ഷുവാലിറ്റി, ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിന് വേണ്ടിയായിരുന്നു അത് മെയിൽ ഡോമിനേറ്റഡ് കൾച്ചറൽ പ്രാക്ടീസസിനെതിരായിരുന്നു. തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ 1990s ആണ്. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർത്ത് വേവ് എന്ന് വെച്ചാൽ 2010 വരെയുള്ളതാണ്. ഫോർത്ത് വേവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 തൊട്ടാണ്. തേർഡ് വേവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിസം ഇൻ വിമനെ സപ്പോർട്ട് ചെയ്യുന്നു, ഡൈവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനെറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വിമൺ എംപവർമെന്റ് സാധ്യമാകുന്നത്. ഓക്കെ, പിന്നെ മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമണിനകത്ത് എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സെലിബ്രേഷൻ ഓഫ് ദി റാഷണാലിറ്റി ഓഫ് വിമൻ. പിന്നെന്താണ്, വിമൻ ഇറാഷണൽ ക്രീച്ചറാണ്, അവർ സ്ലേവ്സ് ആണ്, അതായത് അവരൊരു ഡ്രീമി വേൾഡിലാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു സില്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക, കുറെ കോൺസെപ്റ്റ്സ് ഉള്ള ആളുകളാണ് സ്ത്രീകൾ. അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എതിരായിട്ട് എഴുതുന്നൊരു വർക്കാണിത്. പിന്നെ ഗേൾസ് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് കുഞ്ഞിലെ തൊട്ടേ ഡെവലപ്പ് ചെയ്യുക, പിന്നെ അവരെ റാഷണൽ ആക്കി മാറ്റുക. ബോയ്സിനെ മാത്രമല്ല, ഓപ്പർച്യൂണിറ്റീസ് ഗേൾസിന് കൊടുക്കുക. എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ലൈഫ്സ് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ ലൈഫ്സ് എന്ന് പറയുന്നത് കോ എഡ്യൂക്കേഷണൽ സ്കൂളിംഗ് വേണം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നീട് എന്താ പറയുക, ജെർമൈൻ ഗ്രീറിന്റെ ബുക്കായിട്ടുള്ള ഫീമെയിൽ യൂണിക്കിനെ കുറിച്ച് കൂടുതലായിട്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫീമെയിൽ യൂണീക്ക് എന്ന് പറഞ്ഞ ജെർമൻ ഗ്രിയറിന്റെ ബുക്കാണ്. അത് ഒരു ഇന്റലക്ച്വൽ വർക്കാണ്. സെക്കൻഡ് വേവ് ഫെമിനിസത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു വർക്കാണ്. പിന്നെന്താണ്, സെക്ഷലി ആണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ ഇങ്ങനെ റിപ്രസ് ചെയ്തിടരുത്, അത് അവരെ ഒരു യൂണിക്കാക്കി മാറ്റും, അതായത് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാക്കി മാറ്റും എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ട്രഡീഷണൽ അതോറിറ്റി, ഫാദർ ഫിഗർ അതൊക്കെ മാറ്റുക, മെയിൽ മെമ്പേഴ്സ് ആണ് ഫാമിലി ഹെഡ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റുക എന്നുള്ളത്. പിന്നെ ഫിസിഷ്യൻസ്, പ്രീസ്റ്റ്, പോലീസ് അതൊക്കെ മെയിൽ മെമ്പേഴ്സിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് മാറ്റുക. പിന്നെ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സെക്ഷുവാലിറ്റി
സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുക, സെക്ഷൽ ലിബറേഷൻ കൊടുക്കുക, ആ സബ്മിസീവ്നെസ് മാറ്റിയെടുക്കുക, അതൊക്കെയാണ് ഇതിനകത്ത് ഇവർ ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, മെനോപോസ്, പിന്നെ എന്താണ് ഓർഗാസം, ഇങ്ങനെയുള്ള ടേംസിനെ കുറിച്ചും അവർ ഈ ഒരു വർക്കിനകത്ത് പറയുന്നുണ്ട്. ദെൻ മാഡ് വുമണിന്റെ ആറ്റിക്കിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു മോൺസ്റ്റർ ആയിട്ടൊക്കെയാണ് നമ്മൾ സ്ത്രീകളെ, അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്തത്, ഒന്നെങ്കിൽ മോൺസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഏഞ്ചൽ ആയിട്ട്. ഈ രണ്ട് ക്വാളിറ്റീസിൽ വെച്ചിട്ടാണ് എപ്പോഴും സ്ത്രീകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്സിനകത്ത്, എസ്പെഷ്യലി മെയിൽ വർക്ക്സിനകത്ത്. അപ്പോൾ ഏഞ്ചലിക് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്യുവർ ആയിരിക്കും, സബ്മിസീവ് ആയിരിക്കും. മോൺസ്റ്റർ ഫീമെയിൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ വളരെ പാഷനേറ്റ് അല്ലെങ്കിൽ റിബല്യസ്, അൺകൺട്രോളബിൾ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഉടനെ മോൺസ്റ്റർസ് ആക്കി അങ്ങ് മാറ്റും. അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടയുടെ ഈ വർക്കിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ബെർത്ത മേസണിന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതിനകത്ത് ഏഞ്ചൽ പ്ലസ് മോൺസ്റ്റർ ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ബെർത്ത മേസണിനെ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുവാണ്, മുകളിലത്തെ മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുവാണ്. ആ ക്യാരക്ടർ ഒരു സൈഡ് ക്യാരക്ടറാണ് അതിനകത്ത്. അപ്പോൾ അവരെ മെയിൻ ക്യാരക്ടറാക്കി മാറ്റിയ ഒരു വർക്കാണ് ദ മാഡ് വുമൺ ഇൻ ദി ആറ്റിക് എന്ന് പറയുന്നത്. സോ സൈഡ് ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ, മാർജിനലൈസ്ഡ് ആയിട്ട് നിന്ന സ്ത്രീ ഒരു മെയിൻ ക്യാരക്ടറാക്കി പ്രസന്റ് ചെയ്തേക്കുന്ന വർക്കാണിത്. ഓക്കെ. പിന്നെ ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ബെറ്റി ഫ്രീഡന്റെ ഒരു വർക്ക് ഉണ്ട്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് കുറേ അസംഷൻസ് ഉണ്ട്. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മാരേജ്, സെക്ഷൽ പാസിവിറ്റി, ഹൗസ് വർക്ക്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കണം സ്ത്രീകൾ. പക്ഷേ ഹൗസ് വൈസ് എന്ന് പറയുന്നത് അവരുടെ അൺസാറ്റിസ്ഫൈഡ് ലൈഫ് ആണെന്നുള്ളതും അവരുടെ ഫീലിംഗ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഈവൻ ടു ദേ ഹസ്ബൻഡ്സ് എന്നുള്ളതും ഈ വർക്കിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് വേൾഡ് വാർ 2 ഇറയിൽ സ്ത്രീകളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ആണുങ്ങൾ വോർ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, സ്ത്രീകൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവരുടെ ഫെമിനൈൻ ആക്ടിവിറ്റീസ് അവർക്ക് പെർഫോം ചെയ്ത് കൊടുക്കുക. ഫുഡ് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും അല്ലാതുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇവരുടെ പിന്നെ എന്താ പറയുക ആഗ്രഹങ്ങൾ സാഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് സ്ത്രീകളുടെ റോൾ എന്നാണ് ഇതിനകത്ത്. അതിനെയൊക്കെ എന്താ പറയുക പിന്നെ എന്താ പറയുക ഡിനൈ ചെയ്തുകൊണ്ടുള്ളൊരു വർക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫെമിനൈൻ ബിഹേവിയർ എന്താണെന്നും സ്ത്രീകളെ ഇങ്ങനെ ഒരു ഫെമിനൈൻ റോളിലാക്കി മാറ്റുമ്പോൾ അവരുടേതായിട്ടുള്ള ഫീലിംഗ്സ് ഒന്നും ആരും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സെക്സ് എന്നുള്ള വർക്കിനകത്ത് സ്ത്രീകൾ എപ്പോഴും ഒരു സെക്കൻഡ് സെക്സ് ആണ്, അല്ലെങ്കിൽ അതർ ആണ്, മാർജിനലൈസ്ഡ് ആണ്. ആണുങ്ങളാണ് ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീകൾ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്, ഇൻഎസെൻഷ്യൽ ആണെന്നൊക്കെ പറയുന്നത്. മാനിന്റെ ഒരു വേൾഡാണിത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആ ഒരു വേൾഡിൽ ഡൂംഡ് ആണ്. മാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ലൈഫ് അല്ലെങ്കിൽ ഒരു വേൾഡ് എന്ന് പറയുന്നത്. സോ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പേട്രിയാർക്കൽ സിസ്റ്റത്തിന് ജെൻഡർ ലിറ്ററേച്ചറിലൂടെ എങ്ങനെയാണ് സ്ത്രീകൾ റെസിസ്റ്റ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും വർക്ക്സിന്റെ കാര്യങ്ങളും ഇതിനകത്ത് വന്നിരിക്കുന്ന ജിസ്റ്റിന്റെ കാര്യങ്ങളും സംസാരിക്കുക. പിന്നെ കേറ്റ് മില്ലറ്റിന്റെ ഒരു വർക്ക് ഉണ്ട്, സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ്. അതായത് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് തന്നെ പറയുന്നത് ഒരു പൊളിറ്റിസൈസ്ഡ് വേർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പവർ സ്ട്രക്ചേർഡ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പം അതായത് ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡോമിനൻസും സബോർഡിനേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൽ ഡോമിനേഷനും ഫീമെയിൽ സബോർഡിനേഷനും അതിനെക്കുറിച്ചാണ് ഒരു വർക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ദ എഡിബിൾ വുമൺ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിനകത്തെന്ന് പറയുമ്പം സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് സബോർഡിനേറ്റഡ് ആവുന്നത്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എങ്ങനെയാണെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വുമന്റെ ബോഡി ഒരു കൺസ്യൂമബിൾ ഐറ്റമായിട്ട് എങ്ങനെ മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ നോവലിനകത്ത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് മെറിയൻ മെക്കാൽപിൻ ആണ്. അവർക്കൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, അനോറക്സിയ. സോ അത് അതായത് അനോറക്സിയ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇപ്പം ചിലർക്ക് ഈ വിയേർഡായിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് കാണും. നമ്മൾ സാധാരണ കഴിക്കാത്ത ചില ഫുഡ് ഐറ്റംസ് പോലും ആവണമെന്നില്ല, ചിലപ്പോൾ ചിലർ കഴിക്കും. അതായത് ഈ മണ്ണ് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഈ ചോക്ക് കഴിക്കുന്നവർ, അതൊക്കെ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് കേട്ടോ. അനറക്സിയ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ മെയിൻ ക്യാരക്ടറിന് ഈ ഒരു അനറക്സിയ ഉണ്ട്. സോ അവർക്ക് അങ്ങനെ തന്നെ അവർക്ക് ഒരു ആപ്പറ്റീറ്റ് നഷ്ടമാകുന്നു. പിന്നെന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ ഡിസ്മയിലോട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഈ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ് വിയേർഡ് ആയതുകൊണ്ട്. സോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെ ആരോ കൺസ്യൂം ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നു. അവരുടെ ആ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവരെ പീറ്റർ എന്ന് പറയുന്ന ബോയ് ഫ്രണ്ട് അവരെ ഫിസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ലേറ്റർ ഇൻ ടേംസ് അവരുടെ ഐഡന്റിറ്റിയുമായിട്ട് അവർ ടേംസ് ആവുകയും അവരുടെ ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനുള്ള, അത് പിന്നീട് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് അവർ എന്ത് ചെയ്യുകയാണ്, പീറ്ററിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പീറ്റർ ഇവരെ എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവർ മാറിക്കഴിഞ്ഞപ്പോൾ പീറ്ററിന് പിന്നീട് ഇവർ എഡിബിൾ വുമൺ അല്ലാതായി മാറുകയാണ്.
പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു സബ്മിസീവ് ആയിട്ടുള്ള സ്ത്രീയാണ്. അതായത് ഇവർ സൈക്കോളജിക്കലിയൊക്കെ പ്രശ്നമായി പീറ്ററിന്റെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് മാത്രമുള്ള ഒരു സ്ത്രീയായിട്ട് നിന്നപ്പോൾ പീറ്ററിന് ഇവരെ വേണം. പക്ഷെ ഇവർ ചേഞ്ച് ആയി, ഇവരുടെ ആ ഒരു ഹാബിറ്റ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പീറ്ററിന് ഇവരെ വേണ്ട. അപ്പോൾ മാരേജ് പാർട്ണറായിട്ടുള്ള അതൊക്കെ അയാൾ അങ്ങ് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഇത്. പിന്നെ അനിത നായരുടെ ലേഡീസ് കുപ്പി എന്ന് പറഞ്ഞ വേറൊരു നോവലുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ഫോർ ഫ്രണ്ട് ചെയ്ത് വരുന്നതെന്നുള്ളൊരു ഇതാണ്. പ്രൊട്ടഗാനിസ്റ്റ് എന്ന് പറയുന്ന അഖിലയാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ അൺമാരീഡ് വുമൺ ആണ്. സോ അവരൊരു കന്യാകുമാരിയിൽ ഒറ്റയ്ക്ക് ഒരു ജേണിക്ക് പോവുകയും അവരവിടെ ഒരു പ്ലേസ് കണ്ടുപിടിക്കുകയും ആ ലേഡീസ് കൂപ്പയിൽ ട്രെയിനിൽ ലേഡീസ് കൂപ്പയിൽ 5 സ്ത്രീകളെ വേറെ കാണുകയും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് സ്റ്റോറീസ് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു ഡിലമസിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ഹാൻഡ് മെയ്ഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അത് തന്നെ സീരീസ് ആക്കിയിട്ടുണ്ട്. അത് പിന്നെന്താ പറയുക, സ്ത്രീകളുടെ ആ ഒരു സബ്ജുഗേഷനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഒരു ഓഫ്രെഡ് എന്നുള്ളൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നോവൽ പോകുന്നത്. റീപ്രൊഡക്റ്റീവ് പേർപ്പസിന് വേണ്ടി മാത്രം സ്ത്രീകളെ കീപ്പ് ചെയ്യുക, അതാണ് ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുമെന്ന് വിചാരിച്ചും അതുപോലെ തന്നെ പിന്നെന്താ പറയുക, സ്ത്രീകൾക്ക് അതായത് ഈ വലിയ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അതായത് ബേർത്ത് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. സോ ഇങ്ങനെയുള്ള വാടക ഗർഭത്തിനും ഇങ്ങനെയുള്ള ആളുകളെ നോക്കാൻ വേണ്ടിയും ഹാൻഡ് മെയ്ഡ്സ് ആയിട്ട് കുറേ സ്ത്രീകളെ വെക്കും. അവർ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രം വെക്കുന്നതാണ്. സോ ഓഫ്രെഡ് എങ്ങനെയാണ് ഈ ഒരു നോവലിനകത്ത് ഇൻഡിവിജ്വാലിറ്റി അസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റെഫ്യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ഡോക്ടർ ഇവരെ ഇംപ്രഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ഇവർ റെഫ്യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് വർക്കിനകത്ത് പറഞ്ഞു പോകുന്നത്. സോ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി ലിറ്ററേച്ചർ എപ്പോഴും നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി സ്ത്രീകൾ തന്നെ റൈറ്റേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് അത് നമുക്ക് ഓപ്പണായിട്ട് അത് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അപ്പം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രസീവ് ടൂളാണ് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയുള്ളതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസിന്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനകത്ത് നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.